എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് ആളുകൾ പുണ്യപുരാണ ഗ്രന്ഥങ്ങളെല്ലാം പാരായണം ചെയ്യുന്നവരാണ്. ഭാഗവതം, മഹാഭാരതം, ഭഗവത്ഗീത, ഇങ്ങനെയുള്ള രാമായണം, ഇങ്ങനെയുള്ള അതുപോലെ ദേവി മാഹാത്മ്യം, ശ്രീ ലളിതാ സഹസ്രനാമം, ഇങ്ങനെയുള്ള പുണ്യപുരാണ ഗ്രന്ഥങ്ങളെല്ലാം പാരായണം ചെയ്യുന്നവരാണ്. പലർക്കും അതിലുള്ള കഥാപാത്രങ്ങളെയും കഥകളും ഒരുപാടൊക്കെ അറിയുന്നതുമാണ്. അതുപോലെ കേട്ടറിഞ്ഞിട്ടുള്ളൊരു കഥയാണ് നാരദരും മഹാവിഷ്ണുവും കൂടി അവർ തമ്മിലുള്ളൊരു ബന്ധം. എന്താ പറയുക, ഞങ്ങളിവിടെയൊക്കെ പറയും ചക്കരയും തേങ്ങയും പോലെ എന്നുള്ളൊരു തരത്തിൽ ഉള്ളൊരു ഉപമ പറയും. അങ്ങനെ അപ്രകാരമുള്ളൊരു ബന്ധമാണ് അവരുടെ ഭക്തനും വിഷ്ണു ഭഗവാനും കൂടി തമ്മിലുള്ളൊരു ബന്ധം. ഒരുപാട് കഥകളും ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഉള്ള ഒരുപാട് കഥകളും ഉണ്ട്. ആ കഥകളൊക്കെ നല്ല രീതിയിൽ വർണ്ണിക്കുന്നവരും പറയുന്നവരും എല്ലാമുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ കഥകളൊക്കെ കേട്ടിട്ടുള്ളവരുമാവും. എങ്കിലും എളിയവനിലൂടെ ഇവർ തമ്മിലുള്ളൊരു കഥയിലേക്ക് കടക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ പാകപ്പിഴവുകളൊക്കെ ഉണ്ടെങ്കിൽ പൊറുക്കണം, മാപ്പാക്കണം. മഹാവിഷ്ണുവിനൊന്നും നമുക്ക് ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള അറിവുകളൊന്നും ഇല്ലാത്ത കാരണം നമുക്കൊന്നും അത്ര കൂടുതൽ അറിവില്ല. അതുകൊണ്ട് നാരദരെക്കുറിച്ചും വിഷ്ണു ഭഗവാനെക്കുറിച്ചൊന്നും ഉള്ള വലിയ അറിവുകളൊന്നും സിദ്ധിച്ചിട്ടില്ല. അതുകൊണ്ടുള്ള പോരായ്മകൾ വാക്കുകളിലും വർണ്ണനകളിലൊക്കെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ക്ഷമിക്കണം, പൊറുക്കണം, മാപ്പാക്കണം. അങ്ങനെ മഹാവിഷ്ണു നാരദരും തമ്മിലുള്ള ബന്ധം തുടർന്നു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ദിനം നാരദ ഋഷിക്ക് തോന്നി, അദ്ദേഹം എപ്പോഴും മഹാവിഷ്ണുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണല്ലോ. നാരായണ 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 ഭഗവാനേ വിഷ്ണു, നാരായണ 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 ഭഗവാനേ വിഷ്ണു, നാരായണ 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 ഭഗവാനേ വിഷ്ണു, ഇങ്ങനെ ചൊല്ലി നടക്കുന്ന നാരദർക്ക് ആർക്കായാലും ഇങ്ങനെയുള്ള ഭക്തന്മാർക്കൊക്കെ ഒരഹങ്കാരം എപ്പോഴും ഉള്ളിലുണ്ടാകുവാൻ, ഇങ്ങനെയുള്ള ഭക്തന്മാർക്കെപ്പോഴും ഉള്ളിലൊരു തോന്നലുണ്ടാകും. ഇത്രയും കാലം ഇങ്ങനെ എപ്പോഴും വിഷ്ണു ഭഗവാനെ ഭജിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ ഭക്തൻ. വിഷ്ണു ഭഗവാന് എന്നോട് ആയിരിക്കും കൂടുതൽ ഇഷ്ടം. അത് പിന്നെ അങ്ങനെയാണല്ലോ. ആരെങ്കിലും ഒരു ഉപാസനാ സ്ഥാനത്ത് എപ്പോഴും ആരാധനാ പാത്രമായിട്ടുള്ള ആ ചൈതന്യത്തെ സങ്കല്പിച്ചുകൊണ്ട് ജപിക്കുന്നതും ഭജിക്കുന്നതൊക്കെ ഇപ്രകാരമുള്ളൊരു തോന്നലിന് ആരെയും പര്യാപ്തമാക്കും. അതിന് നമുക്ക് തെറ്റ് പറയാനൊന്നും വയ്യ. കാരണം എല്ലാവരും എന്താ പറയുക, പ്രതിഫലത്തിന് വേണ്ടിയിട്ടാണ് ദേവീഭജനം, അതുപോലെ വിഷ്ണു ഭജനം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭജനമൊക്കെ നടത്തുന്നത് എന്നുള്ളൊരു ധാരണ പലരിലും ഉണ്ട്. തന്നേക്കാൾ കൂടുതലുള്ളൊരു ഭക്തൻ ഇന്ന് ലോകത്തിൽ ഉണ്ടാവില്ല എന്ന് തോന്നിപ്പോവും പലരുടെയും വാക്കുകളും നാമം ചൊല്ലുന്ന അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ. എങ്കിലും ആവട്ടെ. അപ്പോൾ നാരദ ഋഷിക്ക് തോന്നി, ഭഗവാനോടൊന്ന് ചോദിക്കാം, ആരാണ് അങ്ങയുടെ ഏറ്റവും വലിയ ഭക്തൻ? എന്തായാലും ഭഗവാന് ഒന്നേ പറയാനുണ്ടാകൂ, അത് നമ്മുടെ നാരദരല്ലാതെ പിന്നെ മറ്റാരാ?
അങ്ങല്ലാതെ ഈ ഈ 14 ലോകങ്ങളിലും വെച്ച് എന്നെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ അങ്ങയല്ലാതെ പിന്നെ ആരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഭക്തൻ? അങ്ങല്ലാതെ മറ്റാരാ? ഇതൊക്കെ നാരദരനെ ആദ്യം കണക്ക് കൂട്ടിയിട്ടാണ് വിഷ്ണു ഭഗവാന്റെ മുഖത്ത് നിന്ന് തന്നെ പ്രകാരമുള്ളൊരു വാക്ക് കേൾക്കണം എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിൽ ഒരുപാട് അങ്ങനെ കൂടിക്കൊണ്ട് നിന്നു. ആരും ഇല്ലാത്തൊരു സമയത്താവണം ഇപ്രകാരമുള്ളൊരു ചോദ്യം അദ്ദേഹത്തിന് മുമ്പിൽ വയ്ക്കാൻ. ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നെ വലിയ പ്രശ്നത്തിനൊക്കെ ഇടവരും. നമ്മളെ ഭഗവാൻ പുകഴ്ത്തുന്നത് അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊക്കെ അസൂയ തോന്നും നമ്മളോട്. അപ്പം ആരും ഇല്ലാത്തൊരു സമയത്താവണം ഇപ്രകാരം ഭഗവാനോടായി ചോദിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഒരുപാട് ഇതിനൊരു തക്കം പാർത്തിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. ഒരു ദിനം നാരദ മഹർഷി വൈകുണ്ഠത്തിലെത്തിയപ്പോൾ മഹാവിഷ്ണു മാത്രമേ അവിടെ ഉള്ളൂ. ലക്ഷ്മി ദേവിയെ അവിടെ കാണുവാനില്ലായിരുന്നു. ചെന്നപാട് ദേവി എവിടെ പോയി? ദേവിയെ കണ്ടില്ലല്ലോ, ദേവിയല്ലാതെ ഭഗവാനെ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദേവി ഏതോ ഒരു തോഴിയുടെ ആവശ്യാർത്ഥം ആ തോഴിയെ കാണുവാൻ വേണ്ടി പോയിട്ടുണ്ട്. ദേവി ഉടനെ തന്നെ വരും. ഏതായാലും ഇത് തന്നെ തക്കം, ഇനി ഇപ്രകാരം ഒരു അവസരം കിട്ടിക്കോളണം എന്നില്ല എന്നുള്ളൊരു തോന്നൽ നാരദ ഋഷിയുടെ മനസ്സിൽ തോന്നിയപ്പോൾ പ്രകാരം ചോദിച്ചു, ഭഗവാന് ഒരുപാട് കാലമായില്ലേ ഞാൻ അങ്ങയെ നാരായണ 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 എന്നുള്ള നാമം ജപിച്ചുകൊണ്ട് ഇരിക്കുന്നു. പക്ഷെ ഞാനായിക്കൊള്ളണമെന്നില്ല അങ്ങയുടെ ഭക്തൻ. അങ്ങേക്ക് ഒരുപാട് ഭക്തന്മാരൊക്കെ ഉണ്ടാവും. അപ്രകാരമുള്ളൊരു ഭക്തൻ ആരാണെന്നൊക്കെ അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. അതിനെന്താ നാരദരെ? അതെല്ലാം അപ്രകാരമുള്ള താല്പര്യമുണ്ടെങ്കിൽ അപ്രകാരമുള്ള താല്പര്യങ്ങൾ വരുന്ന ഉടനെ തന്നെ നമ്മളെ അറിയിക്കേണ്ടതാണല്ലോ. അത് അറിയിച്ചത് നാരദർ അത് അറിയിച്ചത് ഏതായാലും നല്ലത് തന്നെ. കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരുവാനായിക്കൊണ്ട് ഇപ്രകാരമുള്ള ചിന്തകൾ നമുക്ക് ഉപകരിക്കും. അപ്പം നാരദർ അപ്രകാരം പറഞ്ഞത് അതൊന്നുമല്ല, നമുക്ക് ഏറ്റവും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന നാരദര ആണ് എന്ന് പറയുന്നത് കേൾക്കാനാണ് നാരദർ ഇപ്രകാരം പറഞ്ഞത്. പക്ഷേ ഭഗവാന്റെ മുമ്പിൽ നിന്നും അപ്രകാരമുള്ളൊരു മറുപടി കിട്ടിയില്ല. പക്ഷേ അപ്പോൾ തന്നെ നാരദർക്ക് എന്തോ ഒരു പോരായ്മ ഉണ്ട് എന്നുള്ളൊരു തോന്നലും ഉള്ളിൽ ഉദിക്കാതിരുന്നില്ല. പിന്നെയും ചോദിച്ചു, ഭഗവാന് അങ്ങനെ പറഞ്ഞതിൽ എന്തോ ഒരു കാര്യം ഇല്ലേ? ഉണ്ടല്ലോ നാരദരെ, നമ്മൾ കാര്യങ്ങളൊന്നും കാണാതെ അപ്രകാരമുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ടോ? ഇല്ല, എന്നാലും അറിയാൻ വേണ്ടി ആഗ്രഹമുണ്ടായതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് നാരദർ പറയുകയും ചെയ്തു. അങ്ങനെ നാരദർ പോവാൻ വേണ്ടി ഭാവിച്ചപ്പോൾ ഭഗവാൻ ചോദിച്ചു, നാരദർ പോകുകയാണോ? അല്ല, പോകണം, തിരക്കുണ്ട്. അപ്പം നാരദർക്ക് എന്തോ ഒരു വിഷമം ഉള്ളിലുള്ളത് പോലെ. അല്ല നാരദരെ, ചോദിച്ചു, പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്ന് ഉത്തരമൊന്നും ഉണ്ടായില്ലല്ലോ. അല്ല, ഉത്തരം അങ്ങ് പറയാതെ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടല്ലോ. അങ്ങനെ പറയല്ലേ നാരദരെ, എന്നാൽ പറയൂ, എന്താണ് അങ്ങ് മനസ്സിലാക്കിയത്?
അങ്ങേക്ക് വേറെ ആരൊക്കെ ഭക്തന്മാർ ഉത്തമ ഭക്തന്മാരായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അങ്ങയുടെ ഈ അഭിപ്രായത്തിൽ തന്നെ ആക്കാവുന്ന രീതിയിലുള്ളൊരു വാക്കില്ലേ? അങ്ങനെയല്ല നാരദരെ, നമ്മൾ പറഞ്ഞെന്നുള്ളൂ. നാരദർ നമ്മുടെ ഭക്തനല്ലേ, എന്താ സംശയം? ആണോ എന്ന് ചോദിച്ചപ്പോൾ നാരദർ, അല്ലാതെ നാരദരെ പോലുള്ളൊരു നല്ലൊരു ഭക്തനെ വേറെങ്ങും നമുക്ക് കാണാനായിക്കൊണ്ട് സാധിക്കില്ല. എങ്കിലും നമുക്കൊരു യാത്ര പോകണം നാരദരെ എന്ന് പറയുകയുണ്ടായി വിഷ്ണു ഭഗവാൻ നാരദരോട്. അപ്പോൾ നാരദർ പറയും, അങ്ങ് പോകുകയാണെങ്കിൽ ദേവിയും കൂടെ ഉണ്ടാവില്ലേ? പിന്നെ ഞാൻ വരേണ്ടതുണ്ടോ? ഇല്ല, ദേവി ഇല്ലാതെയാണ് പോകുന്നത്. നാരദരും നമ്മൾ രണ്ടുപേരും കൂടിയാണ് യാത്ര പോകുന്നത്. അപ്പം നാരദർ ഒഴിഞ്ഞു മാറാൻ വേണ്ടി നോക്കിയിട്ടൊന്നും ഭഗവാൻ വിട്ടില്ല. അങ്ങനെ രണ്ടുപേരും കൂടി ഈ യാത്രയ്ക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്തു. അങ്ങനെ അവർ രണ്ട് യോദ്ധാക്കളുടെ വേഷധാരികളായി വൈകുണ്ഠത്തിൽ നിന്നും ഇറങ്ങി നാട്ടിലൂടെ ഒരുപാട് സഞ്ചരിച്ചു നാരദരും വിഷ്ണു ഭഗവാനും. പോകുന്ന വഴിയിലൊക്കെ പല പല കാര്യങ്ങളും, നേരം പോക്കിനായിട്ടുള്ള കാര്യങ്ങളും അർത്ഥങ്ങൾ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നാരദരോട് ഉണർത്തിച്ചും തിരിച്ചും അഭിപ്രായങ്ങൾ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞവർ സമയം കളഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ നടന്നു നീങ്ങിയത്. അപ്പോൾ നടത്തത്തിൻ്റെ ദൂരം അറിയാതെ അവരിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ നടന്നൊരു കുറേ ദൂരം നടന്നപ്പോൾ ഒരു കൃഷിയിടത്തിലൂടെ പാടത്ത് വരമ്പിലൂടെ ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് കുറേ ദൂരം നടന്നപ്പോൾ പാടത്തുനിന്ന് കുറച്ച് മാറി ഒരു പറമ്പിലായിക്കൊണ്ട് ഒരു വീട് നിൽക്കുന്നു. വീട് എന്ന് പറയാൻ വയ്യ, അതൊരു കുടില് എന്ന് പറയാനേ തരുള്ളൂ. കാരണം ഒരു വലിയ പ്രൗഢിയൊന്നും ഇല്ലാത്തതായിട്ടുള്ളൊരു എന്തെല്ലാമോ കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിട്ടുള്ള വൈക്കോലും അതുപോലെ അപ്രകാരമുള്ള സസ്യങ്ങൾ, ഉണങ്ങിയിട്ടുള്ള പുല്ലും വൈക്കോലും എന്നുള്ള ഇതിലാണ് ഈ കുടിൽ നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ ഓരത്തെത്തിയപ്പോൾ, അതിൻ്റെ വീടിനോടടുത്തെത്തിയപ്പോൾ ഭഗവാൻ, വേഷം മാറിയ ഭഗവാൻ ആ വീടിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഇവിടെ ഈ വീട്ടിലാരും ഇല്ലേ? അപ്പോൾ 2-3 നിമിഷം കഴിഞ്ഞപ്പോൾ കുറച്ച് പ്രായം ചെന്നിട്ടുള്ള ഒരു വൃദ്ധ, ഒരു വീട്ടമ്മ അകത്തു നിന്നും വന്നു. എന്നിട്ട് ചോദിച്ചു, ഈ വീട്ടിൽ ഇപ്പോൾ ഉള്ളത് ഞാനാണ്. വീട്ടുകാർ, ഗൃഹനാഥൻ ഇവിടെ നിന്നും ജോലിക്ക് വേണ്ടി പോയതാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. എന്തേ നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ കുറച്ച് ദൂരം നിന്നും വരികയാണ്, ഒരുപാട് യാത്ര ചെയ്തു, ക്ഷീണമുണ്ട്, ഒരല്പം വെള്ളം കുടിക്കാൻ കിട്ടുമോ? അതിനെന്താ, ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിഥിക്ക് വെള്ളം കൊടുക്കുന്നത് ഭഗവാന് വെള്ളം കൊടുക്കുന്നത് പോലെയാണ്. പൂർവികരും അച്ഛനൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അതിഥി സൽക്കാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ധർമ്മമാണ്. അപ്രകാരം ചെയ്യാത്തവർ പാപികളാണെന്ന് അച്ഛനും പൂർവികരൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ട് എന്ന് ഈ മാതാവ് പറയുകയും ചെയ്തു. ഏതായാലും
ആ മാതാവ് ഇവരോട് പറഞ്ഞു, രണ്ടുപേരും കാലും മുഖമൊക്കെ കഴുകിയിട്ട് വന്നോളൂ, വെള്ളം എടുക്കാം. അങ്ങനെ അവർ വീടിൻ്റെ സൈഡിനോട് ചാരിയിട്ടുണ്ടായിരുന്ന വെള്ളം എടുക്കുന്നൊരു കിണർ ഉണ്ടായിരുന്നു. അവിടെ നിന്നും വെള്ളമെടുത്തു, മുഖം കഴുകാലുകളെല്ലാം കഴുകി ഇരിക്കാനുള്ളൊരു ഇരിപ്പിടം മുൻപേ കാണിച്ചു കൊടുത്തിരുന്നു. അവിടം പോയി ആ വീട്ടിൻ്റെ തിണ്ണയിലാണ് അവർക്ക് ഇരിക്കുവാനുള്ളത് കാണിച്ചു കൊടുത്തത്. ഏതായാലും ഒരു കാലും മുഖമൊക്കെ കഴുകി വന്ന് അവിടെ ഇരുന്നപ്പോഴത്തേക്കും ഈ അമ്മ ഇവർക്ക് രണ്ടുപേർക്കും കുടിക്കാനുള്ള വെള്ളവും അത് കൊടുത്തതിന് ശേഷം, നിങ്ങളിരിക്കൂ, അല്പം എന്തെങ്കിലും കഴിക്കാനും കൂടി ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ് ആ അമ്മ അകത്തേക്ക് പോയി. ശേഷം ആ പോയ സമയം കൊണ്ട് നാരദരും വിഷ്ണു ഭഗവാനും മുഖത്തോട് മുഖം നോക്കി. വിഷ്ണു ഭഗവാൻ എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് നാരദർക്ക് മനസ്സിലായി. നാരദർ ഒന്നും അതിനെപ്പറ്റി ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ല. വിഷ്ണു ഭഗവാന്റെ മുഖത്ത് ഒരു ഉന്മേഷമോ സന്തോഷമോ കണ്ടതുപോലെ നാരദർക്ക് തോന്നി. പക്ഷേ ഇതൊന്നും നാരദർക്ക് അത്ര രസിച്ചില്ല. എങ്കിലും ആ അമ്മ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് കഴിക്കാനുള്ള ചെറിയ രീതിയിലുള്ള ആഹാരം കൊടുത്തു. ഇതെല്ലാം കൊടുത്ത സമയത്ത് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ചോദിച്ചു, പുറപ്പെട്ടിട്ട് ഒത്തിരി ആയോ? ഞങ്ങൾ പുറപ്പെട്ടിട്ട് കുറേ സമയം അധികമായി. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അമ്മ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇനിയും കുറേ ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ അമ്മ പറഞ്ഞു, ഇനിയിപ്പോൾ യാത്ര തുടർന്നാൽ ഉദ്ദേശിച്ചിട്ടുള്ള സ്ഥലത്തെത്തുവാനായിക്കൊണ്ട് ഇരുട്ടുന്നതിന് മുമ്പ് സാധിക്കുമോ? അപ്പോൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ഞങ്ങളും അത്തരം ഒരു വിഷയം ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം ഇനി പുറപ്പെട്ടു കഴിഞ്ഞാൽ എവിടെ ചെന്നെത്തപ്പെടും എന്നറിഞ്ഞുകൂടാ. അപ്രകാരമുള്ളൊരു സംശയവും ഉള്ളിലുണ്ട്. എന്താ ചെയ്യുക എന്നറിയില്ല. അപ്പോൾ അമ്മ പറയും, നിങ്ങൾ ഇന്നിവിടെ തങ്ങിക്കോളൂ, നാളെ നിങ്ങൾക്ക് പുലർച്ചെ പുറപ്പെടാം, നിങ്ങൾ വിശ്രമിച്ചോളൂ, ഗൃഹനാഥൻ ഇപ്പോൾ വരും. ഇവർ ആ ചെറിയ രീതിയിലുള്ള ആഹാരം കഴിച്ചു. വിഷ്ണു ഭഗവാനും നാരദരും കൈകാലുകളൊക്കെ കഴിയും വൃത്തിയാക്കി വിശ്രമിക്കുന്ന വേളയിൽ ഗൃഹനാഥൻ വരുന്നത് കുറച്ച് ദൂരെ നിന്ന് തന്നെ വിഷ്ണു ഭഗവാനും നാരദരും കണ്ടു. അങ്ങനെ ദൂരെ നിന്നും വരുന്ന ആ കർഷകനെ കണ്ട് വിഷ്ണു ഭഗവാനും നാരദരും ശ്രദ്ധിച്ചിരിക്കവേ അടുത്തേക്ക് വരുന്തോറും നല്ല ആരോഗ്യമുള്ള, കുറച്ച് പ്രായം തോന്നിക്കുന്ന വീട്ടുകാരനായിരുന്നു. അദ്ദേഹം തലയിലൊരു കെട്ടും ഉടുത്തിട്ടുള്ളൊരു കൈലിയും എപ്രകാരമാണോ എന്ന് വർണ്ണിക്കാനൊന്നും ആവില്ല. ഏകദേശം ഒരു പണിക്കാരൻ്റെ കണ്ടു കഴിഞ്ഞാൽ ഒരു പണിക്കാരനാണെന്ന് തോന്നും. അപ്രകാരമുള്ളൊരു രൂപം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. എന്നാലും പണിയെടുത്തിട്ടുള്ള ക്ഷീണം ഉണ്ടെങ്കിലും അദ്ദേഹം നല്ല സന്തോഷവാനായി കണ്ടു നാരദരും വിഷ്ണു ഭഗവാൻ. അങ്ങനെയിരിക്കെ ഈ വീട്ടുകാരൻ ചോദിച്ചു, മനസ്സിലായില്ല, ഞാൻ കൃഷിസ്ഥലത്തേക്ക് പോയതായിരുന്നു, എവിടുന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു. ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നാണ് വരുന്നത്, ഞങ്ങൾക്ക് ഇനി കുറച്ചും കൂടി ദൂരം പോവേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ ഈ വീട്ടുകാരൻ പറഞ്ഞു, വരുന്നത് ദൂരത്തു നിന്നാണ്, ഇനി പോകേണ്ടതും അല്പം കൂടി ദൂരത്തേക്കാണ്. ഇനിയിപ്പോൾ വൈകിയ ഈ സമയത്ത് ഇനി ദൂരം പോകാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച സ്ഥലത്തെത്തുവാനായിക്കൊണ്ട് ഇരുട്ടുന്നതിന് മുമ്പ് സാധിക്കുകയില്ലല്ലോ. അപ്പം ഇനി ഏതായാലും ഇന്ന് ഇവിടെ തങ്ങാം, നമുക്കിന്ന് ഇവിടെ ഒരുമിച്ച് ഇവിടെ കൂടാം, നിങ്ങൾക്ക് കാലത്ത് പുലരുമ്പോൾ പോകുകയും ചെയ്യാം, യാത്ര തുടരാം എന്ന് പറഞ്ഞ് ആ കർഷകൻ കാലും മുഖവും എല്ലാം കഴുകി വന്നപ്പോഴത്തേക്കും വീട്ടിലെ അമ്മ അദ്ദേഹത്തിന് കുടിക്കാനായിക്കൊണ്ടുള്ള വെള്ളം നൽകി. ശേഷം വീട്ടിനകത്തേക്ക് കയറിയ അദ്ദേഹത്തിന് കഴിക്കാനുള്ള ചെറിയ രീതിയിലുള്ള ആഹാരവും കൊടുത്തു. അപ്പം അദ്ദേഹം വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ നാരായണ 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 ഭഗവാനെ വിഷ്ണു എന്നുള്ളൊരു നാമത്തോടായിരുന്നു അദ്ദേഹം കൈകാലുകളും മുഖവും കഴുകിയതിന് ശേഷം വീട്ടിലേക്ക് കയറുമ്പോൾ അദ്ദേഹം അത് ചൊല്ലിക്കൊണ്ടാണ് അകത്തേക്ക് കയറിയത്. അമ്മ കൊടുത്ത ആ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ വീണ്ടും അദ്ദേഹം കഴിക്കാനായിക്കൊണ്ടിരുന്നപ്പോൾ വീണ്ടും ഭഗവാനെ അച്ഛനെയും അമ്മയെയും ആയവർക്ക് വേണ്ടി നിത്യശാന്തി നൽകണം, മോക്ഷം നൽകണം. അച്ഛനെയും അമ്മയെയും മരിച്ചു പോയിട്ടുള്ള അവരുടെ അച്ഛനെയും അമ്മയെയും ആഹാരത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് അദ്ദേഹം അച്ഛനെയും അമ്മയെയും സ്മരിച്ചുകൊണ്ട് ഭഗവാനെയും സ്മരിച്ചുകൊണ്ടാണ് ആഹാരം അദ്ദേഹം കഴിച്ചത്. ഇതെല്ലാം വിഷ്ണു ഭഗവാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ആഹാരം കഴിച്ചു കഴിഞ്ഞതിന് ശേഷവും ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ നാരായണായ എന്നുള്ള ജപത്തോടു കൂടി ഭജനത്തോടു കൂടി അവിടെ നിന്ന് നീക്കുകയും കൈകാലും മുഖവും എല്ലാം കഴുകി അതിഥികളുടെ കൂടെ വന്നിരിക്കുകയും പിന്നീട് അവിടുന്ന് കുറച്ച് സമയം അവർ തമ്മിൽ സംസാരിച്ചിരിക്കുന്നൊരു സന്ദർഭവും ഉണ്ടായി. ഏതായാലും ആ സമയത്ത് ഒരു 3 പേരും കൂടി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ വിഷ്ണു ഭഗവാൻ ചോദിച്ചു, എവിടെയാണ് കൃഷിയിടം, എന്താണ് കൃഷി, ഇത് അങ്ങയുടെ സ്വന്തം സ്ഥലമാണോ, സ്വന്തം കൃഷിയാണോ, അതോ മറ്റുള്ളവരുടെ കൃഷിയിടത്തിൽ അങ്ങ് പണിക്കാരനായി പോവുകയാണോ എന്ന് ചോദിച്ചു. കൃഷിയിടം ഇപ്പോൾ എൻ്റെ പേരിൽ അറിയപ്പെടുന്നു, മുമ്പ് അച്ഛൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്നു, പിന്നീട് ആ ഭൂമി അതിനു മുമ്പ് അച്ഛൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്നു. അപ്പോൾ അത് നിങ്ങളുടേത് തന്നെയല്ലേ? അല്ല, ഇതവരുടെ ഭൂമിയാണ്. എൻ്റെ പേരിൽ അവർ പോയപ്പോൾ നാമത്തിൽ മാത്രം ഞാൻ ആയതിൻ്റെ ഉടമയായി. അതിൻ്റെ അച്ഛൻ ഉണ്ടാകുന്നതിന് മുമ്പും അച്ഛൻ്റെ അച്ഛൻ ഉണ്ടാകുന്നതിന് മുമ്പും കൈമാറി വന്നിട്ടുള്ളതായിട്ടുള്ള ഇടമാണ്. പാരമ്പര്യമായിട്ടുള്ള കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും കൈമാറി വന്നിട്ടുള്ള വിത്തുകളാണ് ഇപ്പോഴും വിളയിച്ചു കൊണ്ടിരിക്കുന്നത്. ആയതിൻ്റെ തനതായിട്ടുള്ള മൂല്യങ്ങളൊന്നും നഷ്ടപ്പെടാതെ കണ്ട് ഞങ്ങൾ തൃപ്തിയോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഞങ്ങൾ ആ പ്രവൃത്തി തന്നെ ചെയ്തു പോന്നു. പൂർവികരിൽ നിന്നും കൈമാറിയത് അച്ഛനിലൂടെ എന്നിലേക്ക് കൈമാറി. ഇനി നാളെ ഇത് വേറെ ആർക്കെങ്കിലും കൈമാറേണ്ടതായി വേറെ ആരുടെങ്കിലും പേരിലാവേണ്ടതായിട്ടുള്ള ഭൂമിയല്ലേ? അപ്പോൾ നമ്മുടേതാണെന്ന് അങ്ങോട്ട് തറപ്പിച്ച് പറയുവാനായിക്കൊണ്ട് സാധ്യമല്ല. കുറച്ച് സമയം നമ്മൾ ഇതിൻ്റെ ഒരു ഉടമയായി അറിയപ്പെടുന്നു എന്നുള്ളതല്ലാതെ മറ്റൊന്നും നമുക്കതിനെക്കുറിച്ച് പറയുവാനാവില്ല.
അപ്പോൾ നിങ്ങളുടെ ഈ സംസാരവും വാക്കുകളൊക്കെ നമുക്കും ഒരുപാട് പഠിക്കാനുണ്ടെന്ന് വിഷ്ണു ഭഗവാൻ പറയുകയുമുണ്ടായി. ഇത് കേട്ടപ്പോൾ നാരദർക്ക് ആശ്ചര്യമായി. എന്താണ് ഭഗവാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തായാലും നാരദരിത് കേട്ടുകൊണ്ട് നാരദർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്നൊന്നും അറിഞ്ഞുകൂടാ. ഏതായാലും വിഷ്ണു ഭഗവാൻ ഒരുപാട് ഇഷ്ടമായി. വീണ്ടും സംസാരിച്ചു കൊണ്ടിരുന്നു. എന്തെല്ലാം വിളയാണ് കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെല്ലുണ്ട്, അല്പം കടലയും ഉണ്ട്. അതുപോലെ ഓരോരോ സീസൺ അനുസരിച്ചുള്ള ഓരോരോ സമയത്തിനും കാലാവസ്ഥയുടെ മാറ്റത്തിനനുസരിച്ചും ഓരോരോ കാലാവസ്ഥയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള കൃഷിയും ചെയ്തു വരാറുണ്ട്. എന്നിട്ട് അപ്പോൾ മഹാവിഷ്ണു ചോദിക്കും, ഈ കൃഷി ചെയ്തിട്ട് കിട്ടുന്ന വിളവെടുപ്പ് കഴിഞ്ഞാൽ ഇതെല്ലാം എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾക്ക് കരുതി വെക്കേണ്ടതായിട്ടുള്ള അടുത്ത കൃഷി ഇറക്കി ആ കൃഷിയിൽ നിന്നും വിളവെടുക്കുന്നതുവരേക്കും ഞങ്ങൾക്ക് കഴിക്കുവാനായിട്ടുള്ളത് ഞങ്ങൾ മാറ്റിവെച്ച് ബാക്കിയുള്ളത് പുറമേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അതാരാണ്, ആർക്കാണ് കൊടുക്കുക? അതൊരു വ്യാപാരിക്കാണ് കൊടുക്കുന്നത്. അദ്ദേഹം തന്നെ ആളെ വിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് പതിവ്, കൃഷിയിടത്തിൽ നിന്ന് കൊണ്ടുപോവുകയാണ് പതിവ്. അങ്ങനെ വീണ്ടും ചോദിക്കുകയാണ്, ഇതിന് നിങ്ങൾക്ക് മക്കളൊന്നുമില്ലേ? വേറെ ആരും സഹായിക്കാനൊന്നുമില്ലേ? സഹായിക്കാൻ 2 ജോലിക്കാർ വേറെയുമുണ്ട്. അവരും കുറച്ച് ദൂരത്തു നിന്നാണ് കൃഷിയിടത്തിലേക്ക് വരാറുള്ളത്. അവർ കൃഷിപ്പണി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരവരുടെ വീട്ടിലേക്ക് പോവും. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരികയും ചെയ്യും. അവർക്ക് എന്താണ് നിങ്ങൾ പണിയെടുത്തതിന് എന്താണ് പാരിതോഷികമായിട്ട് കൊടുക്കുന്നത്? അവർക്ക് പാരിതോഷികമായിട്ട് പണിയെടുത്താൽ അവർക്ക് അതിനുള്ള വിലയാണ് കൊടുക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ധാന്യങ്ങൾ തന്നെയാണ് കൂലിയായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് അവർ തൃപ്തരാണോ? അതുകൊണ്ട് അവർ പരിപൂർണമായിട്ടും തൃപ്തരാണ്. കാരണം എടുക്കുന്ന പണിക്കനുസരിച്ചിട്ടുള്ള നമുക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ അല്ലെങ്കിൽ വിളവിൻ്റെ അധികമോ കൂടുതലോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി വിളവ് അവർക്കും നമ്മൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അപ്രകാരമാണ് പൂർവികരായിട്ടും ചെയ്തു വന്നിട്ടുള്ളത്. ഞാനായിട്ടും അപ്രകാരമാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ കൂടെ വരുന്ന കർഷകർക്കും ഒരുപാട് സന്തോഷം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ വിഷ്ണു ഭഗവാൻ ചോദിക്കും, നിങ്ങൾക്ക് ഈ കൃഷി ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങളോ കഷ്ടങ്ങളൊക്കെ വരാറുണ്ടോ കാലാവസ്ഥ കൊണ്ട്? അങ്ങനെ നഷ്ടമായിട്ട് അപ്പോൾ കർഷകൻ പറയും, അങ്ങനെ നഷ്ടമായിട്ട് എനിക്കൊന്നും അങ്ങനെ ഒരു നഷ്ടം എന്ന് തോന്നിയിട്ടില്ല. കാരണം ഞങ്ങൾ പണിയെടുക്കുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് വിളവ് കിട്ടുമ്പോൾ കാലാവസ്ഥൻ്റെ മാറ്റം കൊണ്ട് വരുന്ന ഏതെങ്കിലും വിളവ് കുറയുന്നതിനെ ഞങ്ങൾ ആയതിനെക്കുറിച്ച് ഓർക്കാറില്ല. അത് ചിലപ്പോൾ കുറച്ച് കിട്ടും, ചിലപ്പോൾ കൂടുതൽ കിട്ടും. അപ്പോൾ ഒരു വർഷം കിട്ടുന്നത് ചിലപ്പോൾ മുൻപത്തെ വർഷം കിട്ടുന്നതിലോ ഒക്കെ ഏറ്റക്കുറച്ചിലുകൾ വന്നതിന് സാധാരണഗതിയിൽ അത് നികന്ന് പോകുന്നതായിട്ട് മനസ്സിലാക്കുമ്പോൾ അതിൽ സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് ആ കർഷകൻ തീരുന്നതിന് മുമ്പ് ഭഗവാൻ പറയും, നിങ്ങളൊരു മാതൃകാപരമായിട്ടുള്ള ഒരു നല്ല കർഷകനാണ്. അപ്പോൾ കർഷകൻ പറയും, നമ്മൾ മാതൃകാപരം എന്നുള്ള നമ്മുടെ കർത്തവ്യമാണ് നമ്മൾ നിർവഹിക്കുന്നത്. എല്ലാവരും ഇപ്രകാരം ആവും എന്ന് തന്നെയാണ് നമ്മളും വിചാരിക്കുന്നത്. നമുക്ക് മറ്റുള്ളിടത്തൊന്നും പോയിട്ട് അത്രത്തോളം പരിചയം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഈ സ്ഥലവും വീടും മാത്രമേ നമുക്ക് പരിചയത്തിലുള്ളൂ. കൂടെ പണിയെടുക്കുന്ന ജോലി ചെയ്യുന്നവരുമായിട്ട് നമുക്ക് കൂടുതൽ ബന്ധമുള്ളൂ. അങ്ങേക്ക് അപ്പോൾ വിഷ്ണു ഭഗവാൻ ചോദിക്കും, അങ്ങേക്ക് മക്കളൊന്നുമില്ലേ? മക്കളുണ്ട്. അവർ കുറേ ദൂരമുള്ള ഗുരുകുലത്തിലാണ് പഠിക്കുന്നത്. അവർക്ക് അവിടെയാണ് താമസവും ഭക്ഷണവും പഠിക്കാനുള്ള വിഷയങ്ങളെല്ലാം അവിടെയാണ് നടക്കുന്നത്. അവരിവിടെ വല്ലപ്പോഴുമേ വന്നു പോകാറുള്ളൂ. അവർ പഠനവുമായി സദാ ഗുരുകുലത്തിൽ തന്നെയാണ്.
അങ്ങനെ കർഷകൻ പറഞ്ഞത് അനുസരിച്ച് വിഷ്ണു ഭഗവാൻ വീണ്ടും ചോദിക്കുകയുണ്ടായി, അങ്ങയുടെ കൂടെ ഉള്ളവർക്ക് മക്കളുണ്ടോ? അവർക്കും മക്കളൊക്കെ ഉണ്ടെങ്കിലും അവരൊന്നും ജോലി ചെയ്യാനായിട്ടുള്ള പ്രായം ആയിട്ടില്ല. മക്കളുള്ളവർ തന്നെയാണ്, കുടുംബമുള്ളവർ തന്നെയാണ് രണ്ടുപേരും ജോലിക്കായിട്ട് വരാറുള്ളത്. അവരുടെ കൂടെ ചിലപ്പോൾ അവരുടെ പത്നിമാരും കൂടുതൽ ആൾ വേണ്ട സമയത്ത് അവരുടെ പത്നിമാരും രണ്ടുപേരുടെയും പത്നിമാരും വരാറുണ്ട്. അവർക്കും ഉള്ളതിനനുസരിച്ച് ഉള്ള സമയത്ത് ധാന്യങ്ങൾ അവർ ചെയ്ത ജോലിക്കും ധാന്യങ്ങൾ കൊടുത്ത് വിടാറുണ്ട്. അതിനിടയിൽ അദ്ദേഹം പറയും, കർഷകൻ പറയും, നിങ്ങൾ കുറച്ച് സമയം വിശ്രമിക്കൂ, എനിക്ക് കുറച്ച് പണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കുറച്ച് സമയം സംസാരിക്കാം. അപ്പോൾ ആയിക്കൊള്ളട്ടെ എന്ന് വിഷ്ണു ഭഗവാൻ പറഞ്ഞു. കർഷകൻ അവിടുന്ന് എണീറ്റു പോയി കുളിയെല്ലാം കഴിഞ്ഞു. അദ്ദേഹം വന്നപ്പോഴും നാരായണ 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 എന്ന് ജപിച്ചുകൊണ്ടാണ് അദ്ദേഹം കുളി കഴിഞ്ഞ് വന്നത്. വീട്ടിനകത്തേക്ക് കയറി ഒരു മൂലയിൽ അദ്ദേഹം ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ചുകൊണ്ട് അദ്ദേഹം കുറച്ച് സമയം നാരായണനാമം ജപിച്ചുകൊണ്ട് ആ നിലവിളക്കിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. പലതിനും വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമായിരുന്നു: ഭഗവാനെ നാരായണ, ഇന്ന് ഈ ജോലി ചെയ്തു കൃഷിപ്പണി ചെയ്തു വീട്ടിലേക്ക് വരുവാനായിക്കൊണ്ട് പ്രാപ്തയാക്കിയ അങ്ങയെ ഒരുപാട് നന്ദിയോട് കൂടി സ്മരിക്കുന്നു. ആയതുപോലെ തന്നെ എല്ലാ കർഷകരെയും ജോലിക്കാരെയും അവർക്ക് വേണ്ടതായിട്ടുള്ള ആരോഗ്യവും അവർക്ക് വേണ്ടതായിട്ടുള്ള ജോലി ചെയ്യുവാനുള്ള കഴിവും ഉന്മേഷവും സന്തോഷവും എല്ലാം നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണം, എല്ലാവരെയും കാത്തുകൊള്ളണം. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും ഗുരുകുലത്തിലുള്ള ഗുരുക്കന്മാർക്കൊക്കെ വേണ്ടി നാരായണ ഭഗവാനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയുണ്ടായി. ഇതെല്ലാം കേട്ടുകൊണ്ട് വിഷ്ണു ഭഗവാൻ വളരെ ഉള്ളുകൊണ്ട് സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന, ആനന്ദിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെയിരിക്കെ ഈ കർഷകൻ വീണ്ടും വിഷ്ണു ഭഗവാൻ അതിഥികളിരിക്കുന്നിടത്തേക്ക് കർഷകൻ വന്ന് അവരുടെ കൂടെ ഇരിപ്പുറപ്പിച്ചു. അപ്പോൾ അതിഥികളോടായിട്ട് അദ്ദേഹം ചോദിക്കുന്നു കർഷകൻ, നിങ്ങൾക്കൊക്കെ കുടുംബങ്ങളൊക്കെ ഇല്ലേ, മക്കളൊക്കെ ഇല്ലേ? ഞങ്ങൾക്കും കുടുംബങ്ങളെല്ലാം ഉണ്ട്, ഞങ്ങൾക്കും മക്കളും കുടുംബങ്ങളെല്ലാം ഉണ്ട്. എല്ലാവരും ഉള്ള കുടുംബത്തിൽപ്പെട്ട അംഗങ്ങളാണ് ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങൾ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പോവുകയാണ്. അവിടെ പോയിട്ട് വേണം ഇനി വീട്ടിലേക്ക് തിരിക്കാൻ. നാളെ ഇനി പുലർച്ചെ പോയി കഴിഞ്ഞാൽ വേഗം പോയ കാര്യം സാധിച്ചുകൊണ്ട് തിരിക്കണം. ഞങ്ങൾ പുറപ്പെടാൻ കുറച്ച് വൈകിയത് കൊണ്ടാണ് ഇന്ന് തന്നെ ഞങ്ങൾക്ക് അവിടെ എത്താനോ തിരിച്ചു പോകാനോ കഴിയാഞ്ഞത്. അപ്പം അതുകൊണ്ട് നാളെ ഇവിടെ നിന്നും നേരത്തെ പുറപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്തെത്തി കാര്യം സാധിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ച് നാളെ തന്നെ ഗൃഹത്തിലെത്തുവാനായിക്കൊണ്ടുള്ളൊരു രീതിയിൽ വേണം ഞങ്ങളുടെ നാളത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഒരുക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും പുലർച്ചെ തന്നെ സൂര്യൻ ഉദിച്ച് വെളിച്ചം വീഴുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് പുറപ്പെടണം. അപ്പോൾ കർഷകൻ പറയും, ആയിക്കൊള്ളട്ടെ എന്ന് പറയും. പിന്നെ ചോദിക്കും, വിഷ്ണു ഭഗവാൻ ചോദിക്കുകയാണ്, നിങ്ങൾ പോയി പ്രാർത്ഥിച്ചത് നിങ്ങൾ ഒരു ഈശ്വര വിശ്വാസിയാണല്ലേ? അപ്രകാരം പറഞ്ഞുകൂടാ. നമുക്ക്
ഒഴിവ് കിട്ടുന്ന സമയത്ത് ഭഗവാനെ ഒന്ന് സ്മരിക്കും. നമുക്ക് ഭഗവാനെ സ്മരിക്കാനായിക്കൊണ്ടുള്ളൊരു സന്ദർഭം കിട്ടാറില്ല. സദാ കൃഷിപ്പണിയിൽ ജാഗരൂകരായിരിക്കും. ശ്രദ്ധ മുഴുവനും കൃഷിയിലുമായിരിക്കും. അപ്രകാരം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മറ്റുള്ളതിനെ കുറിച്ചൊന്നും ചിന്തിക്കുവാനുള്ളൊരു അവസ്ഥ കൈവരില്ല. കാരണം നമ്മൾ മുഴുവൻ സമയവും നമ്മളായതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ചിന്തിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വിഷ്ണു ഭഗവാൻ പറയും, അത് നല്ലത് തന്നെ. അവനവൻ ചെയ്യുന്ന കർമ്മത്തിനെ പറ്റിയുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമായി. എല്ലാ കാര്യത്തിനെക്കുറിച്ചുള്ളൊരു മുൻധാരണയും അതിനെക്കുറിച്ചുള്ളൊരു കണക്കുകൂട്ടലുകളും ശരിയായിരുന്നാൽ ജീവിതം തന്നെ ധന്യമായി എന്ന് വിഷ്ണു ഭഗവാൻ പറയുകയും ചെയ്തു. അപ്പോൾ പിന്നീടും ഭഗവാൻ ചോദിക്കും, എല്ലാവർക്കും വേണ്ടിയിട്ട് ആണല്ലോ, അങ്ങയ്ക്ക് വേണ്ടി മാത്രം അല്ലല്ലോ അങ്ങ് പ്രാർത്ഥിച്ചത്. അങ്ങ് എന്തിനാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത്? എല്ലാവർക്കും വേണ്ടിയിട്ടാണല്ലോ അങ്ങ് പ്രാർത്ഥിച്ചത്. എനിക്ക് വേണ്ടി മാത്രം എന്തൊരു പ്രാർത്ഥന? എനിക്ക് സുഖമുണ്ടാവണമെങ്കിൽ എൻ്റെ മക്കൾക്ക് സുഖമുണ്ടാവണമെങ്കിൽ മക്കൾ ഗുരുകുലത്തിൽ പഠിക്കുന്നവർക്ക് സുഖമുണ്ടാവണം, പഠിപ്പിക്കുന്നവർക്ക് സുഖമുണ്ടാവണം, ഗുരുവിന് സുഖമുണ്ടാവണം, അവിടെയുള്ള മറ്റു വിദ്യാർത്ഥികൾക്ക് സുഖമുണ്ടാവണം. അപ്രകാരമാകുമ്പോഴേ നമ്മുടെ മക്കൾക്ക് അവിടെ സുഖമുണ്ടാവുകയുള്ളൂ. അവർക്ക് സുഖമുണ്ടാകുമ്പോഴേ നമുക്കും സുഖമുണ്ടാവുകയുള്ളൂ. അപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് പരിപൂർണമായിട്ടുള്ളൊരു സ്വസ്ഥത മനസ്സിന് കൈവരുന്നത്. നമ്മുടെ കുട്ടികളെ പോലെ തന്നെയല്ലേ മറ്റുള്ള മക്കളും? നമ്മളെപ്പോലെ തന്നെയല്ലേ അവിടെ ഗുരുക്കന്മാരായി പ്രവർത്തിക്കുന്നവർ? അവർക്കൊക്കെ പ്രകാരമുള്ള ജീവിതവും ജീവിത രീതിയുമാണ്. ആയവർക്കതിലെല്ലാം എല്ലാവർക്കും സന്തോഷം വേണം. അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം. അപ്പോൾ വിഷ്ണു ഭഗവാൻ പറയും, നിങ്ങളെ കണ്ടു കിട്ടിയത് ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ്. ഞങ്ങൾ ഇത്ര കാലമായിട്ടും ഇപ്രകാരമുള്ളൊരു കുടുംബത്തെ പരിചയപ്പെടാനായി കൊണ്ട് സാധിച്ചിട്ടില്ല. ഏതായാലും പരിചയപ്പെട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. അങ്ങേക്കും കുടുംബത്തിനും നല്ലത് വരുത്തട്ടെ എന്ന് ഈശ്വരൻ ഭഗവാൻ പറയുകയും ചെയ്യും. ഏതായാലും അപ്പോഴത്തേക്കും ആ വീട്ടമ്മ, ആ കർഷകൻ്റെ ഭാര്യ രാത്രിയിലേക്കുള്ള കുറച്ച് ഭക്ഷണം തയ്യാറാക്കി ഇവർക്ക് ഭക്ഷണം കഴിക്കുവാനായിക്കൊണ്ടുള്ള വിവരവും നൽകി. ഇനി മുഖവുമെല്ലാം കഴുകിക്കോളൂ, കുറച്ച് ആഹാരം വെച്ചിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും അത് കഴിക്കാം. ഏതായാലും ഭഗവാനും നാരദരും വീണ്ടും കൈകാലുകളൊക്കെ കഴുകി മുഖമെല്ലാം കഴുകി ആഹാരത്തിനായി കൊണ്ടുവന്നിരുന്നു. കൂടെ കർഷകനും ഇരുന്നു. അങ്ങനെ വീട്ടമ്മ ആഹാരം വിളമ്പി കൊടുത്തു. കഞ്ഞിയും പയറു പൊങ്ങിയതും എന്നുള്ളതായിരുന്നു അവർക്കുള്ള രാത്രിക്കത്തെ ആഹാരം. അങ്ങനെ കഞ്ഞി കുടിക്കുന്നതിൻ്റെ മുമ്പ് ഉള്ള ആ സമയത്തും ആ കർഷകൻ വീണ്ടും ഭഗവാനെ നാരായണ നാരായണ, ഭഗവാനെ നാരായണ നാരായണ, അച്ഛനെയും അമ്മയെയും ആയവർക്ക് വേണ്ടി നിത്യശാന്തി നൽകണം, ആയവർക്ക് മുക്തി നൽകണം, ആയവർക്ക് മോക്ഷം നൽകണം. അതേപോലെ കുടുംബത്തിൽ പൂർവികരായിട്ടിരുന്നവർക്കെല്ലാവർക്കും ഞങ്ങൾക്ക് കൃഷി ചെയ്യുവാനായിക്കൊണ്ടുള്ള ഭൂമിയും ആയതിൻ്റെ ധാന്യങ്ങളും കൈമാറി വന്നിട്ടുള്ള പൂർവികരായിക്കൊണ്ട് ഞങ്ങൾ ഒരുപാട് നന്ദിയോടുകൂടിയും ഒരുപാട് സ്മരണയോടുകൂടിയും സ്മരിക്കുന്നു. സർവ ആദരവോടുകൂടിയും ബഹുമാനത്തോടു കൂടിയും ഭക്തിയോടുകൂടിയും പൂർവികരെ എല്ലാം സ്മരിക്കുന്നു. ആ ആഹാരത്തിന് മുമ്പിലിരുന്നു കൊണ്ട് കർഷകൻ പറയുന്നത് കേട്ട് നാരദർക്ക് പോലും അപ്പോൾ ആശ്ചര്യം തോന്നി. വീണ്ടും അദ്ദേഹം കഞ്ഞി കുടിച്ചു. കൂടെ
ഭഗവാനും നാരദരും കഞ്ഞി കുടിച്ചു. എല്ലാവരും കൈകാലുകളെല്ലാം കഴുകി കിടക്കാനായിക്കൊണ്ടുള്ള തയ്യാറെടുപ്പായി. അപ്പോഴത്തേക്കും വീട്ടമ്മ, ഇവർ കഞ്ഞി കുടിച്ചതിന് ശേഷം വീട്ടമ്മയും കഞ്ഞി കുടിച്ചു. ശേഷം ഇവർക്ക് കിടക്കാനുള്ളതായിട്ടുള്ള വിരിയെല്ലാം വെച്ചു കൊടുത്തു. ഇന്നത്തെ പോലെയുള്ള വിരിയൊന്നും ഇല്ലെങ്കിലും കൈതോല കൊണ്ടോ കുരുത്തോല കൊണ്ടൊക്കെ നെയ്തെടുത്ത, വൈക്കോൽ കൊണ്ട് നെയ്തെടുത്തതായിട്ടുള്ള പായയായിരുന്നു. അതാണ് അവർക്ക് കിടക്കാൻ വേണ്ടി വിരിച്ചു കൊടുത്തത്. ആയതിലെല്ലാവരും കിടന്നു. പുലരുമ്പോൾ നേരത്തെ തന്നെ എഴുന്നേറ്റു. കർഷകൻ കൃഷിയിടത്തിലേക്കും വിഷ്ണു ഭഗവാനും നാരദരും അവിടെ നിന്നും പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ വൈകുണ്ഠത്തിലെത്തിയ നാരദനും വിഷ്ണു ഭഗവാനും വൈകുണ്ഠത്തിലേക്ക് എത്തിയപ്പോൾ വിഷ്ണു ഭഗവാൻ ചോദിക്കുകയാണ്, നാരദരെ, നമ്മുടെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ഈ യാത്രയ്ക്കിപ്പോൾ നാരദർ പറയും, യാത്രയ്ക്ക് എന്താ പ്രത്യേകത? നമ്മൾ യാത്ര പോയി കുറച്ച് ക്ഷീണം തോന്നിയപ്പോൾ വൈക്കൽ ഒരു കർഷകൻ്റെ വീട്ടിൽ നിന്നു. അവിടുന്ന് ആഹാരം കഴിച്ചു, അവിടെ കിടന്നു. പുലരുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോന്നു. അല്ലാതെ ഇപ്പം എന്താ? അല്ലാതെ ഒന്നുമില്ലേ? അല്ലാതെ ഇപ്പോൾ പ്രത്യേകിച്ച് എന്താ ഭഗവാനെ? എന്നാൽ ഭഗവാൻ പറയൂ. ഭഗവാൻ പറഞ്ഞാൽ മനസ്സിലാക്കാൻ നമുക്കൊന്നും മനസ്സിലാകില്ല. അദ്ദേഹം ഒരു കർഷകനാണെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. അദ്ദേഹം ഒരു ദൈവതുല്യനായിട്ടുള്ളൊരു കർഷകനാണ്. അതെന്താ അങ്ങനെ പറയാനും? അങ്ങനെ പറയാനെന്ന് പറഞ്ഞാൽ വിഷ്ണു ഭഗവാൻ പറയും, അങ്ങനെ പറയാൻ എന്നാൽ അദ്ദേഹം ചെയ്യുന്ന കർത്തവ്യം, ഒന്നാമതായിട്ട് അദ്ദേഹം ഒരു മനുഷ്യനാണ് എന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിനുണ്ട്. തന്നെപ്പോലെയാണ് തൻ്റെ മക്കളും ഗുരുവും അതിഥിയും, അതുപോലെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അച്ഛനും എല്ലാം അദ്ദേഹത്തെ പോലെന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിനുണ്ട്. മാത്രവുമല്ല, കർഷകരെ കുറിച്ചും അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങളോ പോരായ്മകളോ കർഷകരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. അതെല്ലാം മാതൃകാപരമായിട്ടുള്ളൊരു വ്യക്തിക്ക് അപ്രകാരമേ കാണുവാനായിക്കൊണ്ട് കഴിയുള്ളൊരു മനുഷ്യൻ്റെ ഗുണങ്ങളാണതെല്ലാം. അപ്രകാരം പറയുകയും അന്നം കഴിക്കുന്ന സമയത്ത് അന്നം നൽകിയിട്ടുള്ള പൂർവികരെയും ആ അന്നം കൃഷി ചെയ്തുണ്ടാക്കുവാനായി ഇടം നൽകിയവരെയും നന്ദിയോടുകൂടി സ്മരിക്കുകയും ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നില്ലേ എന്നൊക്കെ നാരദർ കേട്ടതിൽ, അതെല്ലാം ഇപ്പോൾ ഞാൻ കേട്ട്. നാരദർ പറയും, ഇതെല്ലൊക്കെ ഇപ്പോൾ ഞാൻ കേട്ട്. നാരദർക്ക് ഇതൊന്നും ശരിക്കാണ്ട് സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്തതായിട്ടുള്ളൊരവസ്ഥ. എന്താണ് നാരദരുടെ ഉള്ളിലുള്ളത് എന്ന് നാരദർക്ക് പോലും അറിയാത്തതായിട്ടുള്ളൊരവസ്ഥ. ഏതായാലും വിഷ്ണു ഭഗവാൻ പറയും, ഞാൻ മുമ്പ് വിവരിച്ചത് ഇതാണ് നാരദരെ. പല സ്ഥലങ്ങളിലും നമുക്ക് പ്രിയപ്പെട്ട ഭക്തർ ഒരുപാടുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് ആ കർഷകനും കുടുംബവും. എന്ന് വെച്ചാൽ നാരദർ ചോദിക്കും, എന്ന് വെച്ചാൽ നാരദർ കണ്ടില്ലേ മാതൃകാപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കർത്തവ്യം? അദ്ദേഹം ചെയ്യുന്ന ജോലി കൃഷിയാണ്. ആ കൃഷിയിൽ നിന്നും ഉണ്ടാകുന്ന ധാന്യങ്ങൾ എത്ര പേരുടെ ദാഹവും വിശപ്പും അകറ്റുവാനായിക്കൊണ്ട് ഉപകരിക്കുന്നു. അദ്ദേഹം ഒരു പുണ്യകർമ്മമല്ലേ ചെയ്യുന്നത്? അപ്രകാരം അദ്ദേഹം ധന്യനായിത്തീരുന്നു. മാത്രവുമല്ല, നമ്മൾ ചെന്നപ്പോൾ അദ്ദേഹത്തിൽ കണ്ടിട്ടുള്ളതായിട്ടുള്ള ഗുണങ്ങൾ നമ്മളെ ഒരുപാട് സ്നേഹത്തോടു കൂടിയാണ്, ബഹുമാനിച്ചുകൊണ്ടാണ് നമ്മളെ അവിടെ വരവേറ്റതും ഇരുന്നതും. ആ കർഷകൻ്റെ കുടുംബിനി പോലും നമ്മളെ അപ്രകാരമുള്ള രീതിയിലൂടെയാണ് അവിടെ ഇരുത്തിയതും. നമുക്ക് അവിടെ ഇരുന്ന് ഭക്ഷണവും വെള്ളമെല്ലാം തരുമ്പോഴൊക്കെ അവരുടെ മനസ്സും വളരെ പവിത്രമായിട്ടുള്ളൊരു മനസ്സും കൂടിയാണ് മാതാവിലും കണ്ടത്. അതുകൊണ്ട് ഒത്തിരി ഭക്തരിൽ ഒന്ന് മാത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നാരദർ പറയും, എനിക്കെല്ലാം മനസ്സിലായി. ശരിയാണ് ഭഗവാനെ, എനിക്ക് കുറച്ച് അഹങ്കാരമുണ്ടായിരുന്നു, അത് ഇതോട് കൂടിയിട്ട് പൂർത്തിയായി. ഭഗവാനെ,
അവനവൻ്റെ കർത്തവ്യ നിർവഹണത്തിലൂടെ ആ കർത്തവ്യത്തിന് ശ്രദ്ധയും ആയതിനോട് കൂറും ബഹുമാനവും ആദരവും വെച്ച് പുലർത്തുന്ന ഏതൊരുവനും ഈ ലോകത്തിൽ മാതൃകാപരമായിട്ടുള്ള വ്യക്തിത്വത്തിനും അദ്ദേഹത്തിൻ്റെ വ്യക്തിക്കും സമൂഹത്തിന് ഉതകുന്ന രീതിയിലുള്ള ജീവിത നിലവാരം വെച്ച് പുലർത്തുന്നു. ആയതിനു ശേഷം ഒരല്പം ഈശ്വര ഭജനവും നടത്തുന്നവൻ തന്നെയാണ് ഏറ്റവും വലിയ ഈശ്വരഭക്തനായിത്തീരുന്നത്. 24 മണിക്കൂറും എന്നെപ്പോലെ നാരായണനാമം ജപിച്ചുകൊണ്ട് ഒരു പണിയും ചെയ്യാതെ കണ്ട് അമ്പലത്തിൽ കുത്തിയിരുന്നു കൊണ്ട് നാരായണനാമം ജപിച്ചു ഭക്ഷണവും കഴിച്ച് ഇങ്ങനെ ഇരുന്നത് കൊണ്ട് അവൻ ഒരിക്കലും ഭഗവാൻ ഈശ്വരന് പ്രീതിപ്പെട്ടവനാവില്ല. പകരം അവരവർ ക്ഷേത്രത്തിൽ പോവുകയും ഭജിക്കുകയും കുറച്ച് സമയം ചെലവഴിക്കുകയും ബാക്കിയുള്ള സമയങ്ങളിൽ സമൂഹത്തിലിറങ്ങി രോഗികളെയും അപ്രകാരമുള്ള നിർധനരായിട്ടുള്ള കുടുംബങ്ങളെയും സഹായിക്കുന്ന രീതിയിൽ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ കർമ്മം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവരെ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും വലിയ ഈശ്വരഭക്തൻ. നാട്ടിൽ സമാധാനത്തിനും ശാന്തിക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ആരാണോ അവരാണ് ശരിയായിട്ടുള്ള ഈശ്വര ഭക്തൻ, നാരായണ ഭക്തൻ അവരായിത്തീരുന്നു എന്നെല്ലാം നാരദർ ഒരു നിശ്വാസം കണക്കെ പറഞ്ഞവസാനിച്ചു. നാരദർക്ക് ഒരുപാട് സമാധാനവും സന്തോഷവും ആയതിലൂടെ കിട്ടുകയും ചെയ്തു. ഭഗവാന് അങ്ങൻ്റെ കണ്ണ് തുറപ്പിച്ചതുകൊണ്ട് ഭഗവാനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അടുത്ത ജന്മത്തിലെങ്കിലും ഞാനിതുപോലുള്ളൊരു കർഷകനായി ജനിക്കുവാനായിക്കൊണ്ട് അങ്ങ് എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ വീണു നമസ്കരിക്കുന്ന ഒരു നാരദനെയാണ് പിന്നീട് ഭഗവാന്റെ മുമ്പിൽ ഭഗവാൻ കാണപ്പെട്ടത്. ഇതിലേതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ വാക്കിലോ സംസാരത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇതിൽ ഭഗവാനോ നാരദരോ കർഷകനോ എൻ്റെ അടുത്ത് നിന്ന പാകപ്പിഴകൾക്ക് ഉത്തരവാദികളല്ല. അവർ മാതൃകാപരമായിട്ടുള്ള കർഷകരും ലോകമൊട്ടും ആരാധിച്ചു വരുന്ന ഈശ്വരനും ഭക്തനുമാണ്. ഞാൻ ഒന്നുമല്ലാത്ത വലിയവനാണ്. പോരായ്മകൾ പൊറുക്കണം, മാപ്പാക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.